എനിക്ക് ഒരെണ്ണം കൂടി റെഡിയാക്കി താമോളെ. ബെന്നി അവിടെ പ്രാക്ടീസ് ചെയ്യാണോ മോളെ? ആ, അവൻ ഡ്രംസ് വായിച്ച് പ്രാക്ടീസ് ചെയ്യാ. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ഡ്രംസ് വായിച്ചാൽ ഞാൻ എങ്ങനെ ആഹാരം കഴിക്കും? വൈകിട്ട് ഞാൻ വരാൻ ലേറ്റ് ആകും മമ്മി, പ്രാക്ടീസ് ഉണ്ട്. കോച്ച് പറഞ്ഞു ഞാൻ ഈ മത്സരത്തിൽ ഉറപ്പായിട്ടും ജയിക്കുമെന്ന്. കോച്ച് തന്നെ പറഞ്ഞെന്നോ? അതൊരു നല്ല കാര്യമല്ലേ? നന്നായിട്ട് ഓടുമോനെ റോഡ്നി. താങ്ക് യു ഡാഡി. അവൻ നന്നായിട്ട് ഓടുന്നുണ്ടോ? എനിക്കെങ്ങനെ അറിയാം? അവൻ ഓടുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. പക്ഷെ അവൻ ജയിച്ചു തന്നെ ആകണം ശോഭി, ജയിക്കണം. ഓ, ഈ ചോക്ലേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ചോക്ലേറ്റ് നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ വിൽക്കുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ സ്കൂൾ ഇപ്പോൾ വളരെ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചോക്ലേറ്റ് എല്ലാം വിറ്റ് എത്ര കാശ് കൊണ്ടുവരാമോ അത്രയും നല്ലത്. നമ്മുടെ സ്കൂളിന് വേണ്ടിയല്ലേ ശോഭി? അധികം ചോക്ലേറ്റ് വിൽക്കുന്നവർക്ക് സമ്മാനവും ഉണ്ട്. പ്രൈസോ സർ? അപ്പൊ എനിക്ക് 2 ബോക്സ് വേണം സർ. എനിക്ക് 4 എനിക്കിതിലും വേഗത്തിൽ ഓടാൻ പറ്റില്ല കോച്ച്. ഞാൻ പറയുന്ന ശരിക്കൊന്ന് കേക്ക്. ഇതിനെയാണ് സ്പോർട്സ് സയൻസ് എന്ന് പറയുന്നത്. സയൻസാ? അതെ. നീ കാല് ഭൂമിയിൽ അമർത്തി ഓടുമ്പോ കിട്ടുന്ന ഒരു വെലോസിറ്റി ഇല്ലേ, ആ വെലോസിറ്റിയാണ് നമ്മൾ. വെലോസിറ്റി ഓഫ് ദി. നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും കഴിയും. വേഗം ഓട്. കമോൺ കമോൺ. 1 2 3. അവിടെ എവിടെ നോക്കാതെ നേരെ നോക്ക്, ഓട്. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ നേരെ നോക്കി ഓടാൻ. ആ പെണ്ണിനെ വായി നോക്കിയോണ്ടല്ലേ തലയിടിച്ച് വീണത്. എനിക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷെ അവക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് കോച്ച്. പെണ്ണുങ്ങളെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ ഈ പന്തയത്ത് ജയിക്കണം. നല്ല പ്രാക്ടീസ്, മനസ്സിലായോ? ഇല്ല, ഞാനാ ജയിക്കാൻ പോന്നേ. ഞാൻ തന്നെ ആ പ്രൈസ് നേടിയെടുക്കും. നടക്കാനേ പോണില്ല. എനിക്കാണ് ആ സ്കൂളിനോട് ഇഷ്ടം. ഞാൻ തന്നെ നേടും. ഇല്ല, ഞാൻ തന്നെ ജയിക്കും. ഇല്ല, ഞാൻ തന്നെ
ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ. 2 രൂപ താടാ. ഏ? എനിക്ക് ജോലി കിട്ടിയ ഉടൻ കാശ് വരും. അപ്പൊ തന്നാ പോരെ? ഉറപ്പാണ്. ഇതിന്നൊരു ബോക്സ് കസ്റ്റമേഴ്സിന് വിറ്റാലോ എന്ന് ആലോചിക്കുന്നത്. ഞാനും ലേഡീസ് ക്ലബിലേക്ക് ഒരു ബോക്സ് കൊണ്ടുപോവാണ്. നീ എന്ത് ചെയ്യാൻ പോകുന്നു ബെന്നി? ഞാനോ? എന്റെ ഫ്രണ്ട്സിന് 2 ബോക്സ് എടുത്ത് കൊണ്ട് കൊടുക്കാൻ പോവാ. One, two. എനിക്ക് വേണ്ടി ഒരു ചോക്ലേറ്റ് എങ്കിലും വാങ്ങിക്കു ചേട്ടാ, പ്ലീസ്. പറ്റില്ല. കോച്ച് എന്നോട് വിറ്റാമിനെ കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കോൺഫ്ലെക്സിൽ ഉണ്ടാക്കിയ ചോക്ലേറ്റാ ചേട്ടാ. അതൊന്നും ശരിയാവില്ല. അതെ അതെ അതെന്ന്. എനിക്ക് വേണ്ടി ഒരേ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൂ ഡാഡി, പ്ലീസ്. വേണ്ട വേണ്ട, നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ. അതിന് അമ്മേ, എന്നാ പിന്നെ അമ്മയെങ്കിലും ഒരെണ്ണം വാങ്ങിക്കമ്മേ. നീ തരുന്ന ചോക്ലേറ്റ് എല്ലാം വാങ്ങിച്ചു കഴിച്ച് തടി വെച്ചാൽ എന്റെ TV ഷോ കുളമായി പോവും. അയ്യോ, ഇങ്ങനെ ആരും ചോക്ലേറ്റ് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ കോമ്പറ്റീഷനിൽ പ്രൈസ് വാങ്ങിക്കുന്നത്? കോമ്പറ്റീഷനോ പ്രൈസോ? എന്തുകൊണ്ട് നീ ഇതെന്നോട് ആദ്യമേ പറഞ്ഞില്ല ഷോബി ഡാർലിംഗ്? 4 ബോക്സിന് കൂടി എന്താ ഒന്ന് പറ ഷോബി ഡാർലിംഗ്. ആ, നീ ഇനിയും നല്ലവണ്ണം വേഗത്തിൽ ഓടാൻ പ്രാക്ടീസ് ചെയ്യണം റോഡ്നി. ഇതിന് പേര് സ്പോർട്സ് സയൻസ് എന്നാണ് കോച്ച് പറയുന്നതെങ്കിൽ. അപ്പൊ നീ പോയി നിക്കിയോട് ചോദിക്ക്. അവള് മുകളിൽ റൂമിലുണ്ട്. നിക്കിയുടെ അടുത്തോ? നീ പോയി ചോദിക്ക്. അവൾക്ക് ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. വേഗം ചെല്ലടോ. അയ്യോ അയ്യോ, നിന്റെ ഷൂ കീറിപ്പോയല്ലോ റോഡ്നി. ഇനി എന്ത് ചെയ്യും ഞാൻ? നീ വിഷമിക്കണ്ട. നിന്റെ ഷൂ ഞാൻ ശരിയാക്കി തരാം. അകത്തേക്ക് വരൂ. ഓ, നീയായിരുന്നു. നീ എന്തിനാ വന്ന റോഡ്നി? ഞാൻ സംസാരിച്ചിട്ട് പോകാൻ വന്നതാ. ഇല്ല റോഡ്നി, എനിക്ക് അതിനൊന്നും സമയമില്ല. ഇല്ല, ഞാൻ വന്നത് സ്പോർട്സ് സയൻസിനെ പറ്റി സംസാരിക്കാനാ. അതിൽ കുറച്ച് ഡൗട്ട് ഉണ്ട്. വെലോസിറ്റി, ആക്സിലറി. നിന്റെ കൈയൊന്ന് പൊക്കിയേ. ഹൈറ്റിനൊത്ത വെയിറ്റ് ആണ് വേണ്ടത്. ഇതാ നിന്റെ ഷൂ. എന്തൊന്നും ഷൂവാ? ഇത് ശരിയാക്കാൻ പറ്റില്ല. നാളെ ഞാൻ റേസിന് എന്ത് ചെയ്യും? അങ്ങനെയാണോ? അപ്പൊ ഞാൻ നാളെ രാവിലെ നിക്കിയുടെ കൈ ഇത് ശരിയാക്കി കൊടുത്തയക്കാം. നിക്കി നാളെ റേസിന് വരുന്നുണ്ടോ? നിനക്ക് ഷൂസ് ശരിയായിക്കൊണ്ട് വരുന്നതാ. അപ്പൊ ഞാൻ റേസിൽ ജയിക്കുന്നത് നിക്കി കാണുമല്ലേ? നമുക്ക് പുതിയതായിട്ടൊരു എക്സ്പെരിമെന്റ് ട്രൈ ചെയ്താലോ ഡാഡി? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഡാഡി ശ്രദ്ധിച്ച് കേക്ക്. എന്റെ ചോക്ലേറ്റിന്റെ കാശ് എവിടെയാ? എങ്ങനെയാടാ നിനക്ക് 2 ബോക്സ് ചോക്ലേറ്റും തിന്നാൻ പറ്റിയത്? ആദ്യം 1 കഴിച്ചു, പിന്നെ കൊള്ളാവുന്നോണ്ട് 2ാമത്തേതും എടുത്ത് കഴിച്ചു. അയ്യോ, എന്റെ വയറ് വേദനിക്കുന്നേ, എനിക്ക് വയറ് വേദന എടുക്കുന്നേ. അയ്യോ, മര്യാദക്ക് നീ തിന്ന ചോക്ലേറ്റിന്റെ കാശ് തന്നില്ലെങ്കിൽ നിന്റെ കാര്യം അത്രയാണ്. വെരി ഗുഡ് കുട്ടികളെ, നിങ്ങളെല്ലാവരും കഴിവിനൊത്ത് ചോക്ലേറ്റ് വിറ്റിരിക്കുന്നു. പ്രത്യേകിച്ച് ഗ്ലോറിയും ശോഭിയും. എന്നെ കൊണ്ട് 100 ബോക്സിൽ കൂടുതൽ വിൽക്കാൻ കഴിയും സാർ. ഓ, എനിക്ക് 2 ബോക്സ് തരൂ സാർ, ഞാൻ വിറ്റിട്ട് തരാം. എന്തിനാണ് എന്റെ പുറകെ വരുന്നത്?
ശോഭി, നിനക്ക് വേണമെങ്കിൽ ഞാൻ 2 ബോക്സ് ചോക്ലേറ്റ് വിറ്റ് തരാം. വേണോ? എന്തു പറയുന്നു നീ? ശരി, ഇതാ. ആ? ആഹാ. ബെന്നി നില്ല്. ഏ? നീ എന്താ ഗ്ലോറിയുടെ ചോക്ലേറ്റ് വിൽക്കാതെ എന്റെ ചോക്ലേറ്റ് വിൽക്കാമെന്ന് പറയുന്നത്? അതെ, ഞാനും അവളും തമ്മിൽ വഴക്കാ. നിനക്ക് ചോക്ലേറ്റ് വിറ്റ് തന്ന കാര്യം അവളോട് പറയണ്ട കേട്ടോ. ആ ആ. ഇനിയും കുറച്ചും കൂടെ അകലം വേണം. നീളം വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഉം. ഉം. ആ എന്താ ഗ്ലോറി പിന്നെ 4 ബോക്സ് എടുത്തോണ്ട് വരുന്നത്? പിന്നെ എന്റെ സ്കൂളിന് വേണ്ടി അല്ലേ മമ്മി? പക്ഷേ അടുത്ത വീട്ടുകാർക്ക് ഞാനത് നേരത്തെ വിറ്റ് കഴിഞ്ഞല്ലോ. നീ വിഷമിക്കാതെ മോളി. നമ്മുടെ മോൾ അവളുടെ സ്കൂളിനെ ഇത്ര അധികം സ്നേഹിക്കുമ്പോ നമ്മൾ എങ്ങനെയെങ്കിലും ഈ ചോക്ലേറ്റുകളെല്ലാം വിറ്റ് അവൾക്ക് കാശ് കൊടുക്കണം. ഇപ്പൊ ബെന്നി നല്ല ഭംഗിയായിട്ട് ഡ്രംസ് വായിക്കുന്നല്ലോ. ഇനി ഇവിടെ എങ്ങും ബോക്സ് വെക്കാൻ പറ്റില്ല, ഇപ്പൊ തന്നെ നിറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇനി 4 ബോക്സും കൂടെ ഉണ്ടല്ലോ അമ്മേ. ഇതെല്ലാം ഇവിടെ അടുക്കി വെച്ച് വീട് വൃത്തികേടാക്കാൻ ഞാൻ സമ്മതിക്കില്ല ശോഭി. എന്താ ബാക്കി ബോക്സ് എല്ലാം കൊണ്ട് വിൽക്കാൻ പാടില്ലേ? ഡാഡി, ഞാൻ എങ്ങനെയാ വിൽക്കുന്നത്? നിന്റെ ഡാഡി പറയുന്നത് തന്നെയാണ് കറക്റ്റ്. നീ ഇതെവിടെങ്കിലും കൊണ്ടുപോയി വിറ്റിട്ട് വാ. ഓ ഓ ആ ബെന്നി, കഥകൊന്ന് തുറക്ക്. ഞാൻ തന്നെ റേസിൽ വിജയിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും. അയ്യേ, ഇതെന്താ ഇങ്ങനെ ഡ്രസ് ചെയ്തിരിക്കുന്നേ? നിനക്ക് എന്താ വേണ്ടത് ശോഭി? എനിക്ക് വേണ്ടി ഈ 2 പാക്കറ്റും കൂടെ വിറ്റ് തരുമോ ബെന്നി? ഏ പിന്നെന്താ? നല്ല മണം. ഇപ്പൊ ശോഭയാണ് ലീഡ് ചെയ്യുന്നത്. ഗ്ലോറി ഇനി 2 പാക്കറ്റൂടെ വിറ്റാലേ ശോഭിക്കൊപ്പം എത്താൻ പറ്റൂ. മറന്നു പോകല്ലേ കുട്ടികളെ. നാളെ രാവിലെ വരുമ്പോ വിറ്റ ചോക്ലേറ്റിന്റെ കാശും വിൽക്കാത്ത ചോക്ലേറ്റും എടുത്തുകൊണ്ട് വരണം കേട്ടോ. അതിന് ഒരു റീസണും പറയാൻ പാടില്ല. ബെന്നി, അവിടെ നിക്ക്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. എനിക്ക് സംസാരിക്കണ്ട. ഓടാതെ. എവിടെ എന്റെ ചോക്ലേറ്റ് വിറ്റ കാശ് ബെന്നി? എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല. മനസ്സിലായില്ല. എല്ലാ ചോക്ലേറ്റും ഞാൻ തന്നെയാ തിന്നത് ശോഭി. എന്നോട് ക്ഷമിക്കൂ ശോഭി. ഇന്ന് രാത്രിക്കകത്ത് എന്റെ പൈസ തന്നില്ലെങ്കിൽ നിന്റെ വയറ് ഞാൻ ഇടിച്ച് പൊട്ടിക്കും. ഞാൻ എങ്ങനെ തരാനാ ശോഭി? എനിക്കെങ്ങനെ അറിയാം? മര്യാദക്ക് എന്തെങ്കിലും വിറ്റെങ്കിലും കാശ് താ. എന്റെ അടുത്ത് വിൽക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ആ ഡ്രം കിറ്റെങ്കിലും എടുത്തോണ്ട് പോയി വിറ്റെന്റെ കാശ് താ, കേട്ടോടാ? അയ്യോ, ഡ്രം കിറ്റോ? അത് മാത്രം പറയരുത് പ്ലീസ്. വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാം. അത് വിറ്റെങ്കിലും എന്റെ കാശ് താ, അല്ലെങ്കിൽ നീ എന്താ ചെയ്തേന്ന് സ്കൂളിൽ നിന്റെ അച്ഛനും അമ്മയെടുത്ത് ഞാൻ പറയും. മനസ്സിലായോടാ? എന്താടാ റോട്ട്നി, നീ ഇതുവരെ സ്പോർട്സ് ഷൂ ഇടാൻ നിൽക്കുന്നത്? എന്നെ ഫ്രണ്ട് കൊണ്ടുവന്നോണ്ടിരിക്കുക. തീർച്ചയായിട്ടും കൊണ്ടുവരും, സത്യമായിട്ടും. എന്തൊരു ഭാരവാ. നീ വരില്ലെന്ന് വിചാരിച്ച് പേടിച്ചു പോയി ഞാൻ. ആദ്യം ഇത് കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മത്സരം കഴിയുന്നവരെ നിൽക്കുമോ നീ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ എന്ത് പറയാനാ?
നിന്റെ സ്പോർട്സ് ഷൂ നീ അവിടെ വെച്ചിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത് റോട്ട്നി? റൈഡ്സ് ആരംഭിക്കാൻ 2 മിനിറ്റ് ഉള്ളൂ, ഓർമ്മിച്ചോ? പോയിട്ട് വാ മോളെ. കുറഞ്ഞ സമയം കൊണ്ട് നിന്റെ കയ്യിലുള്ള ചോക്ലേറ്റ് മുഴുവൻ നിനക്ക് വിൽക്കാൻ പറ്റത്തില്ല. നിനക്ക് മാത്രമേ പറ്റുള്ളൂ, ഒരു വലിയ ആള്. ഞാൻ എപ്പോഴേ വിറ്റ് കഴിഞ്ഞു. എല്ലാം നീ വിറ്റോ? എല്ലാ ചോക്ലേറ്റും വിറ്റ കാശും എന്റെ കയ്യിലുണ്ട്. പക്ഷെ ബെന്നി തരാനുള്ള കാശ് മാത്രം കിട്ടിയില്ല. ബെന്നി നിനക്ക് എന്തിനാ കാശ് തരുന്നത്? 5 ബോക്സ് ചോക്ലേറ്റിന്റെ കാശ് അവൻ എനിക്ക് തരണം. നീ ബെന്നിയുടെ അടുത്ത് ചോക്ലേറ്റ് വിൽക്കാൻ കൊടുത്തു അല്ലേ? അവന്റെ ഡ്രം കിറ്റ് വിറ്റ കാശ് എന്റെ കയ്യിൽ തന്നില്ലെങ്കിൽ അവനെ ഒരു വഴിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അവന് ഡ്രംസ് കിറ്റ് എന്ന് വെച്ച ജീവനാ. എന്റെ ഡാഡി അവന് സ്പെഷ്യൽ ആയിട്ട് ചെയ്തു കൊടുത്തതാ. എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ആ കാശ് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ അവനെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഹായ്. ഇനിയും കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാമായിരുന്നു. എണീക്ക് റോട്ട്നി, എണീക്ക് വേഗം. അങ്ങനെ തന്നെ ഓട്. അയ്യോ, കസ്റ്റം മോഡിഫൈ ചെയ്യണമെങ്കിൽ വെലോസിറ്റി നമ്മൾ കുറയ്ക്കണം. അങ്ങനെ അവൻ ജയിച്ചു. ഞാൻ തന്നെ ജയിച്ചേ. ആക്ച്വലി ഇതെന്താന്ന് ചോദിച്ചാ ഇതിന്റെ പേരാണ് ഡ്രം കിറ്റ്. ഞാൻ വായിക്കട്ടെ. ഇതാരും വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഹാ, നിർത്ത്. സോറി സർ, താങ്കൾക്ക് എന്ത് വേണം? ഇവിടെ എന്തോ നിലവിളി കേട്ടു, അതാ ഓടി വന്നത്. അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ഡ്രംസ് ആരും വാങ്ങില്ലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ഇവിടെ ഭയങ്കര ബഹളം? ഓ, എന്താ അതിന്റെ വില? എന്തെങ്കിലും ആവട്ടെ, നിന്റെ ഡ്രംസിന് എന്താ വിലയെന്ന് പറ, ഞാൻ തന്നെ വാങ്ങിച്ചോളാം. എനിക്ക് അതിനേക്കാളും നല്ല ഐഡിയ വരുന്നുണ്ട്. ബെന്നി, നീ ധൃതി വെച്ച് ഈ ഡ്രംസ് വിറ്റുകളരുതേ. നമുക്ക് എങ്ങനെയെങ്കിലും കാശ് അറേഞ്ച് ചെയ്യാടാ. ഇത് നിന്റെ ചോക്ലേറ്റ് വിറ്റ കാശ്. ഇത് ശോഭിക്ക് കൊടുക്കാനുള്ള കാശാ. പ്ലീസ് സാർ, അവന്റെ ഡ്രംസ് അങ്ങ് തിരിച്ചു കൊടുത്തേക്കൂ സാർ. ഞാനത് വിറ്റില്ല ഗ്ലോറി. വിറ്റില്ലെന്നോ? പിന്നെങ്ങനെ? ശനിയാഴ്ച തോറും ഇവിടെ വന്ന് ഡ്രംസ് വായിക്കണമെന്ന് പറഞ്ഞിരിക്കുക അതിന്റെ മുതലാളി. എന്റെ ജീവിതത്തിൽ എവനെ പോലെ ഡ്രമ്മറെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പരമദ്രോഹി, നീ ഷൂവില് സ്പ്രിങ് വെച്ചാണല്ലേ ജയിച്ചത്? സ്പൈഡർമാൻ പോലെ ഇല്ലായിരുന്നോ? ഈ വൃത്തികെട്ട ഐഡിയ നിന്റെ തന്നെയാണോ? ഇല്ല, എന്റെ ഫ്രണ്ടിന്റെ ഐഡിയ ആയിരുന്നു. എനിക്ക് എങ്ങനെയും ജയിക്കണ അത്രേ ഉള്ളൂ. ഞാൻ ജയിച്ചല്ലോ. ഇല്ല റോട്ട്നി, നീ ജയിച്ചില്ല. എല്ലാരെയും പറ്റിച്ചാണ് നീ ജയിച്ചത്. ഇത് ശരിക്കുള്ള ജയമല്ല. ഹലോ ചാമ്പ്യൻ. ഹായ്. എന്താ നിനക്കൊരു സന്തോഷമില്ലാത്തത്? നീ തന്നെയല്ലേ ജയിച്ചത്. ജയിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, എപ്പോഴും ഇഷ്ടം. പിന്നെന്താ നിന്റെ മുഖം ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്? അവരെന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തു. ഞാൻ പറ്റിച്ചു കളഞ്ഞു. ഞാൻ ഷൂല് സ്പ്രിങ് വെച്ചതുകൊണ്ടാണോ? സോറി റോട്ട്നി. സാരമില്ല, പോട്ടെ. നീ റേസിൽ ഓടുന്ന സ്റ്റൈൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിടാ. സത്യാണോ പറയുന്നത്? നീ ഓടുന്നത് കണ്ടപ്പോ പുലി ഓടുന്ന പോലെ തോന്നി. നീ ജയിച്ചാലെന്താ തോറ്റാലെന്താ? അത് ശരിയാ. അന്ന് ആക്സിലറി വെലോസിറ്റിയെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നില്ലേ നീ? നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നേരത്തെ തയ്യാറാക്കി കഴിഞ്ഞു. ആ ലോങ് ജമ്പിൽ മത്സരിക്കുന്നവനെ നീ കണ്ടില്ലേ?
അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് എങ്ങനെയെങ്കിലും അവനെ ജയിപ്പിക്കണം. ബൈ. നമ്മുടെ സ്കൂളില് ഒരു ദിവസം കൊണ്ട് ഇത്രയധികം ചോക്ലേറ്റ് വിറ്റഴിച്ച് 1ാം സമ്മാനം നേടിയിരിക്കുന്നത് നമ്മുടെ ഹേമയാണ്. എന്റെ അച്ഛൻ ഇന്നലെ എന്നെ വലിയൊരു പാർട്ടിക്ക് വിളിച്ചോണ്ട് പോയി. അവിടെ 100 പേരുണ്ടായിരുന്നു. എല്ലാവരും ചോക്ലേറ്റ് വാങ്ങിച്ചു. വെൽ ഡൺ. എന്തൊക്കെയായാലും ഷോബി ഡാർലിംഗ്, എന്റെ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട്. നീ തന്നെയായിരുന്നു ഇതിൽ ജയിക്കേണ്ടത്. എനിക്കറിയാമേ, പക്ഷെ ഹേമ ധാരാളം ചോക്ലേറ്റ് വിറ്റ് കഴിഞ്ഞില്ലേ? അവള് പറഞ്ഞത് കേട്ടില്ലേ ഡാർലിംഗ്? ആ കേട്ടു, വല്ലാത്ത കഷ്ടമായി പോയി. അങ്ങനെ കഷ്ടമൊന്നുമില്ല. പിന്നെ ജയിക്കുന്നത് വലിയ കാര്യമല്ല. നീ അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് വലിയ അടുപ്പം കാണിക്കുന്നുണ്ടല്ലേ റോട്ട്നി? നീ ഇപ്പൊ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ബെന്നി അവന്റെ ഡ്രം സെറ്റ് നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലേ ഗ്രേസി? ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് അവൻ അവന്റെ ഡ്രം സെറ്റ് വിറ്റ് പുട്ടടിച്ചാനെ. നന്നായി, എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല അല്ലേ ഗ്രേസി? ആ